നമുക്ക് അങ്ങനെ പെണ്ണൊന്നും ഇട്ടോ എന്ന് പറഞ്ഞ വിഷമിച്ച് മറ്റേ ഇല്ല കരഞ്ഞോണ്ടിരിക്കുന്നതാണ് സ്ട്രോങ് മൈൻഡ് സെറ്റാ. 22.5 അതെനിക്ക് അവള് വണ്ടി എടുത്ത് പോന്നതാ. അണ്ണാ വന്നല്ലേ എവിടാ നീ? എനിക്കൊന്ന് ടി വിയിൽ ഇത്ര നേരം ഒരാള് ലൈവ് ഇട്ട് സിറ്റി കയറുണ്ടാ ഞാനായിരിക്കും അല്ലേ സാർക്കെ? വില്ലുമോനൊക്കെ ഒരു വട്ടം തോറ്റപ്പോഴേ ലൈവ് നിർത്തിപ്പോയി. എല്ലാം ഓക്കെ ശരി തന്നെ. ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞാണോ? എന്റെ ഫോൺ നമ്പർ 3070. ഞാൻ ഒരു കാര്യം പറയട്ടെ, സിറ്റിയിൽ നേരത്തെ കേറിട്ട് ഇത്ര ആർപ്പ് ചെയ്യാൻ പറ്റാതെ ഡിസ്കോഡിൽ ഇരുന്ന് ഇത്ര നേരം ഇരിക്കുന്നത് ഞാൻ മാത്രമേ കാണത്തുള്ളൂ. എടാ നീ ഒന്ന് കേറി വായ ഇങ്ങോട്ട്. ഹലോ ഹലോ, ഇത് കാഫി കാപ്പിയാ? ഇവിടെ സിറ്റിക്ക് കണ്ണാപ്പി നീ ഒന്ന് ഇവിടെ മുതുക്ക് മുതുക്ക് എവിടെ പറഞ്ഞേ? 7227. 7227. ഓക്കെ ഓക്കെ. എടാ കുണ്ണ ഡിസ്കോഡിൽ ഇറങ്ങിട്ട് പറഞ്ഞോളൂ, ഇത് രണ്ടും കേക്കായിരുന്നല്ലോ. ഞങ്ങൾ എന്നാ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ? പിന്നെന്താ പറഞ്ഞേ? കോഫി ഡേറ്റ് ഉറപ്പായിട്ടും പറഞ്ഞ? ഹലോ ആ എക്സ് പറയൂ. എക്സോ എന്തി ആരാ അടുത്ത? അവൻ വന്നോ? മറ്റോ വന്നേ? സാധാ വന്നോ? അല്ല നീ. ഓ ഞാനോ? ഞാൻ എക്സ് ആണോ? ലാസ്റ്റ് അതെ 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 ഇന്നലെ ലാസ്റ്റ് നമ്മള് പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ? ലാസ്റ്റ് നമ്മള് കാണുന്ന സമയത്ത്. ശരി ശരി ഓക്കെ ഓക്കെ. പിന്നെ പക്ഷേ എന്റെ റിവെഞ്ചിന് വേണ്ടിട്ട് നീ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എന്നോട് പറഞ്ഞു. അത് നിക്കാതെ അത് കഴിഞ്ഞിട്ട് നീ എക്സോ ആരെന്ന് വെച്ചു. ആ എന്താ ആയിക്കോട്ടെ, അത് നിക്കാതെ എടാ ഓരോരുത്തർക്കും ഓരോ കംഫർട്ടബിൾ ലാംഗ്വേജ് ഉണ്ട്. എനിക്ക് മലയാളമാണ്, അവൾക്കതാണ്. 7277 അല്ല പുണ്ടച്ചി മോനെ, 7227. ഇവിടെ 3 പേര് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കണ്ട. നമുക്ക് അങ്ങനെ പെണ്ണൊന്നും ഇട്ടോ എന്ന് പറഞ്ഞ വിഷമിച്ച് മറ്റേ ഇല്ല കരഞ്ഞോണ്ടിരിക്കുന്നതാണ് സ്ട്രോങ് മൈൻഡ് സെറ്റാ. ഓറ പോയാ പോയി, അത്രേ ഉള്ളു. മനസ്സിലായോ? നമ്മൾ അങ്ങനെ കാണുന്നവരാ. പിന്നെ പെണ്ണല്ലേ എല്ലാം, പിന്നെ ലോറ ഉള്ളപ്പോഴല്ലേ? 3 പേരൊന്നും വണ്ടി എടുത്തോണ്ടേ മൊത്തം കള്ളന്മാരാണ്. പരിപാടി ഉണ്ടോ? ഇല്ലടാ കേരളം പേര് വേറൊരു പരിപാടി ഉണ്ട്. ഇപ്പൊ അർജന്റായിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നിനക്ക്? ഇല്ലില്ല പരിപാടി ഒന്നുമില്ല. നിനക്ക് എന്താ? എനിക്കൊരു വണ്ടി എടുക്കണമായിരുന്നു. എനിക്കൊരു വണ്ടി എടുക്കണമായിരുന്നു. പൈസ നിന്റെ സഹായം വേണം. പൈസ അളിയാ ഒരു വണ്ടി എടുത്ത് ഞാൻ ഓൾറെഡി. കാഫി കുറച്ച് സ്പോൺസർ ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് ഒരു വണ്ടിയും കൂടെ എടുക്കണം. കാഫി MRC-ലുള്ള ഒരു 15 കോടി എന്റെ ഉണ്ട്. നീ ഒരു 5 കൂടെ ഇട്ടാളിയാ മറ്റേ വണ്ടി ഇറങ്ങാം. ഒരു കാര്യമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഗ്യാങ് ഫണ്ട് കൊടുക്കണോ? അതൊക്കെ കൊടുക്കാളിയാ. ഒരു 5 കോടി എന്നൊക്കെ പറഞ്ഞ നിസ്സാരം പോലെ ഉണ്ടാക്കി. എന്റെ 38,77,200 രൂപ ഉണ്ട്. നിന്നെ കൊണ്ട് ബ്രോ ഈ 15 കോടി വണ്ടിയാണല്ലോ ഇവിടെ. വണ്ടി എടുക്കണ്ട 35 കോടിയാ. അത് സീനില്ല. എനിക്കത് സീനില്ല. എനിക്കെന്ത് സീന്? വണ്ടിയുണ്ടോ? ഏത് ആറ്റത്തിറക്കണ വണ്ടി? അത് വേണ്ട. ഈ ജീപ്പില്ലേ, ജീപ്പ് താർ എത്രയാണ്? 22.5 അല്ലേ? അതെനിക്ക് 22.5 എനിക്ക് അവസാനം. ഒരു മിനിറ്റ്. ശ്വാസം കിട്ടുന്നില്ല, താങ്ങുപോലെ തോന്നുന്നുണ്ടോ? കേക്കൂല. 21.5 ഞാൻ റെഡി ആക്കിയിട്ട് വരാം. ഓക്കെ ഇവിടെ കാണുമല്ലോ.
ഈ അവസാനത്തെ വേറൊരു പ്രയോഗം. അല്ല 20 പൈസ ഒപ്പിക്കാം. എന്തോ? അല്ല 21.5 കോടി അത്ര ഒപ്പിക്കണം. അതായത് എനിക്ക് ഒപ്പിക്കേണ്ടത് 6 കോടി. ഞാൻ കടം മേടിച്ചു ചെയ്യണം. കടവ നീ എന്തിനും ചെയ്ത് നീ ഒന്ന് നമ്പറിൽ വിളിക്ക് 3071 3071 വിളിച്ചിട്ട് ലോറ നമ്പർ വന്നിട്ട് പറ്റിക്കണടാ എന്നെ. എടാ വിളി, ഒരു കാര്യമുണ്ട്, ഒരു റിവെഞ്ച് ഉണ്ടല്ലയാ. എന്ത് റിവെഞ്ച് അതൊക്കെ പറഞ്ഞുതരാം അവളോട് കേറിട്ടേ പറഞ്ഞുതരാം. 3070 ഉണ്ടോ? 3071. നിന്റെ നമ്പർ കോപ്പി അടിച്ചാടാ. ഓ കപ്പിൾസ്. ഞാൻ എന്തിനാ ചോദിക്കും. എവിടെ ഉണ്ട് ഒന്ന് പറ. എവിടെ ഉണ്ടെന്ന് ഒന്ന് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പ റൂം നമ്പർ ഏടാ സൂര്യ. സൂര്യ നല്ല ഇറക്കാ. ശരി ഏതപ്പാ? മാമ എവിടെ? അപ്പാർട്ട്മെന്റ്. ആ സൂര്യ നമ്മള് ചെറിയ പരിപാടിയില്ല കേട്ടോ. ഇറങ്ങി സൂര്യ. അപ്പൊന്നുമില്ല സൂര്യ, ഇറങ്ങ, നമ്മള് വേറെ പരിപാടിക്ക് പോവാ. അപ്പൊന്നുമില്ല. പിന്നെ എന്റെ സൂര്യ ഇറങ്ങോ സൂര്യ. ഇനി ഉള്ളേതിറങ്ങ. വേറെ സിറ്റുവേഷന് പോയിട്ടിരിക്കേ സിറ്റുവേഷൻ. പിന്നെ അതുമല്ല തന്തയില്ലാത്തവന്മാരെ അത് വണ്ടി കയറ്റത്തില്ലേ, വാടാത്തവന്മാരെ. ഓ എറിഞ്ഞു ദൂരാന പയ്യൻ. ചന്ദ്രന്റെ മോനല്ലേ? എടാ പൊട്ട മൈ ടാപ്പിംഗ് ഈസ് ഡിഫീറ്റ് ഓഫ് മലയാളം ഡു ടോക്ക് ഇൻ മലയാളം. മാണിക്കത്തെ അവർക്ക് എന്തിനാ ഒരു അഹങ്കാരം. എന്താണിത്? അവന് മനസ്സിലാവത്തില്ല. മനസ്സിലാവത്തില്ല. അവര് രണ്ട് ചെറുതടിച്ചിട്ടിരിക്കുക മനസ്സിലാവത്തില്ല. ചുമ്മാ ഇരിക്കണേ. ആ അളിയാ നിന്റെ പ്രശ്നം എന്തിനാണ് ഇപ്പൊ? അവളുടെ അവളുടെ അടുത്തല്ല പ്രശ്നം. ഇവളുടെ അടുത്ത് മറ്റേ അവള് ഇവളെന്നൊക്കെ പറഞ്ഞ പേര് ലോറ എടുത്ത് മറ്റവൻ കേറി കോർത്ത്. അയ്യോ അപ്പം നമ്മളെന്താണോ അല്ലേ അത് കണ്ടോണ്ടിരിക്കണോ? അത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അവന്റെ പേരെന്തായിരുന്നു? അവന്റെ പേരോ? അവന്റെ പേര് മാടി. അല്ലേ എനിക്കത് വിടാൻ പറ്റുന്നില്ലേ. അവന് തിരിച്ചു നോക്കണമെങ്കിൽ അത് ആരെ പറയുമ്പോഴാ തോന്നിയെന്ന് അറിയാമോ? അതാണ് അളിയാ ഞാൻ പറയട്ടാ. എന്നാ അവളെയാണ് പിടിക്കാനുള്ളത്. അവളെയാണ് പിടിക്കാൻ പോകുന്നത്. നമ്മള് ലോറയുടെ ഫ്രണ്ട് ഇട്ട് അവളെ ഇറിറ്റേറ്റ് ചെയ്ത് നമ്മൾ ഇല്ലാണ്ടാക്കും. മനസ്സിലായോ? എടാ മന്ദാരം വെൽക്കാടാ. വെൽക്കം. അപ്പാർട്ട്മെന്റിലല്ല. ആ അപ്പാർട്ട്മെന്റില് ഞാൻ വിളിക്കാം. എല്ലാരും ആൽവിനെ ടാർഗറ്റ് ചെയ്യില്ലേ? ഇതൊക്കെ ആരളിയാ തോർത്തു വിട്ട്. അപ്പാർട്ട്മെന്റില് മുന്നിലെന്നാ അവള് പറഞ്ഞ. മുന്നില് അപ്പാർട്ട്മെന്റ് മുന്നിൽ നമ്മളുണ്ടല്ലോ. പിന്നെ നമ്മളൊന്ന് പിന്നെ അല്ല കുറച്ചുകൂടെ മുന്നില് റോഡിലെന്ന് തോന്നുന്നു. അപ്പാർട്ട്മെന്റ് മുന്നിലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൈം സ്റ്റാമ്പ് ഇല്ലേ? പോസ്റ്റൽ കോഡ് ഇല്ലേ? പുറകോട്ട് പോയി കണ്ടാടേ. പുറകോട്ട് തിരിച്ച് അപ്പാർട്ട്മെന്റിൽ കയറ. എടി നീ എവിടെ? മുന്നിലെന്ന് പറഞ്ഞ എവിടെ? നമുക്ക് കണ്ടുകൂടാ. എടാ കണ്ണാപ്പി വണ്ടി എടുത്തേ. അല്ല നിന്നെ കണ്ടളിയാ. നിന്റെ വേഷമൊക്കെ കണ്ടവള്. നീ ഒന്ന് പോയാണ്. എടാ തിരിച്ചു പോടാ അളിയാ ഒന്ന് അപ്പാർട്ട്മെന്റ്. അവള് നമ്മളെ കണ്ട്. അവള് തിരിച്ചു വണ്ടി നിർത്താന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണത്. എന്നിട്ട് പോ അങ്ങോട്ടോ. അപ്പാർട്ട്മെന്റ് മുന്നെന്ന് പറഞ്ഞ ബാക്കിലോട്ടല്ലേ ഇങ്ങോട്ടല്ലേ? നീ എവിടെ? എടാ ഹലോ അയ്യോ എവിടെ?
ആ അപ്പാർട്ട്മെന്റ് അകത്ത് കയറിയാണ്. അതിന്റെ മുന്നിലുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. നീ നേരെ അകത്ത് ലെഫ്റ്റ് അടി. ഇവിടെ ഉണ്ട്. ഞാന് ഒരു റിവെഞ്ച് തീർത്തിട്ട് വരട്ടെ. ഞങ്ങള് റോബ് അടിക്കാൻ പോവായിരുന്നു. ഇത് ട്രിക്സ്, റോക്കി, പിന്നെ പുതിയ കൂട്ടുകാരാണോ? റോബറി ഫ്രണ്ട്സാ. ഒന്ന് പോയിട്ട് വരട്ടേടാ. എന്താണേ ചെറിയുന്നേ? ഓ ഇത് ചെറുത് രണ്ടെണ്ണം വീശിയല്ലേ? റിവെഞ്ച് കൂടെ കഴിഞ്ഞിട്ട് എക്സ് ആവും. മാമ കേറ് മാമ. ഹലോ സോറി വണ്ടി പറഞ്ഞു. ആ റാഷേനെ വിളിച്ചിട്ട് എവിടെ ചോദിച്ചത്? അവളെ മുതുക്കി കാണും. അവളെ മുതുക്കി കാണാം. മുതുക്കിപ്പോ തപ്പാ. എന്നിട്ട് കിട്ടിയില്ല അവളെ വിളിക്കാം. എന്റെ നമ്പർ ഞാൻ നോക്കിയെടുക്കുക. നീ മറ്റേ അപശബ്ദത്തിൽ വിളിക്കാൻ പറ്റും അവളെ? എടാ മണ്ട, സെറ്റിംഗ്സിൽ ഒരു സംഭവം ഉണ്ട്. അത് ഓൺ ആക്കിയിട്ടാ നോ കോൾ ഐഡി നമ്പർ കാണിക്കൂല. ആരെ വിളിക്കുന്നത് കാണിക്കൂല. എല്ലാം അറിയാം കേട്ടോ. അടേ ഇതൊക്കെ അറിയാം. അറിയാം. എല്ലാ പരിപാടി അറിയാം. എല്ലാ പരിപാടി അറിയാം. പിടിച്ച് കേറാ. സെറ്റിംഗ്സില് ഫോണില് ഷോ കോളർ ഐഡി അത് ഓഫ് ചെയ്തിട്ട് മാണിക്കത്തെ ഒപ്പോ കോളർ ഐഡി ഒന്നും അല്ല നമുക്ക് ആവശ്യം. അല്ല ആരാന്ന് അറിയൂലെന്നാ പറഞ്ഞേ. അത് മേടിച്ചോട്ടെ. 100,000 10,000 lakh 10 lakh അത്രയും പെട്രോൾ ഇല്ലാത്ത പമ്പ്. സൗകര്യം പമ്പ് പിടിച്ചതിനായിട്ട് നമ്മുടെ എസ് പമ്പില് ഭയങ്കര ലാഭം കയറുന്നുണ്ട് കേട്ടോ. പെട്രോൾ അടിക്കണോ? എനിക്ക് ജീവിതമായി മാറ്റി വെച്ചോളൂ അല്ലേ? പിന്നാണ് അവള് ക്യാൻ തരാൻ മതി. നോക്കിയിരുന്ന ഞാൻ വേറെ അടുത്തിട്ട് കമ്മിറ്റ് ഇടാൻ പോവാ. അങ്ങനെ ചെയ്ത് നിന്നെ ജീവിക്കാൻ സമ്മതിക്കൂല. ഞാൻ ഭ്രാന്തനായിട്ട് ജീവിക്കും. നീ ഭ്രാന്തനെ എനിക്കെന്ത് നമ്മളെ പ്രശ്നം ഇപ്പൊ അതല്ല. നിന്നെ ഒരും തൊട്ടില്ല അവൻ അവനില്ലേ മച്ചവൻ. ഒരു തീർപ്പലും ഇല്ല. അത് നിങ്ങള് പറഞ്ഞു തീർത്തില്ലല്ലോ. വള്ളി ടീംസിലെ കൂട്ടത്തിലൊരുത്തരുടെ പെണ്ണിനെ തൊട്ടിട്ട് അവനൊക്കെ നടക്കുമെന്ന് വിചാരിച്ചോ? പിന്നെ ഒന്ന് എളിഞ്ഞ് നടക്കുമെന്ന് വിചാരിച്ചാ? എത്രാമത്തെ പെണ്ണാന്ന് കൂടെ ചോദിക്കണേ? എല്ലാം ചോദിക്കും. അല്ല കണ്ണാപ്പിയുടെ എത്രാമത്തെ പെണ്ണായിരുന്നു കൂടെ ചോദിക്കണോ? നീയേ പക്ഷെ ആദ്യം ഞാൻ ലോറ നമ്മളുടെ ഇഷ്യൂ ഒന്ന് സോർട്ട് ചെയ്യണം. നിങ്ങള് ഇതിപ്പോ ഇങ്ങനെ ഈ സാമാനം വെച്ചുള്ള പരിപാടി നടക്കൂല. ഈ പെണ്ണ് സിറ്റി കയറൂലേ? നമ്മള് വരുമ്പോ നൈസിൽ ഇറങ്ങണമെന്ന് തോന്നുന്നു. ഹലോ, നമ്മളിത് സംസാരിച്ച് തീർക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വെച്ച് പിരിയുന്നു. മാമാ ഇത് സംസാരിച്ച് തീർക്കുന്നു, ഇവിടുന്ന് പിരിയുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇന്ന്. ലോറ ഞാൻ ഒരു കാര്യം പറയാം. ലോറ ഒന്ന് സംസാരിച്ചിരിക്കും. ചുമ്മാ ഇതാക്കണ്ട. നിങ്ങളിങ്ങനെ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അടി ഉണ്ടാക്കണതും പ്രശ്നവും? ചുമ്മാ ഒരു കാമുകിയുണ്ട്. ആ കാമുകി കണ്ട പെണ്ണുങ്ങളെ ആണുങ്ങളെ കാണുമ്പം സ്വന്തം കാമുകനെ മറക്കണ്. അങ്ങനെ മാമൻ എന്ത് ചെയ്യാ? കാമുകിനെ ഭാഗ്യവാനായിരിക്കും നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഞാൻ വിട്ടു. ഞാൻ ഇതിനൊന്നും എന്നെ അടിയെ കൊല്ല്. ഞാൻ നിന്നെ മറന്നു. ഇനി എല്ലാ ആണുങ്ങളോടും ഞാൻ സ്വന്തം പറയുള്ളൂ. സോറി തേക്കൊന്നും ഏക്കൂല കണ്ണാ. തവണയായി ഇതേ പ്രശ്നം. അങ്ങനെ ഇടാൻ പോണ ഇവിടെ അങ്ങനെയുള്ളല്ലേ സെറ്റപ്പ്? ഓ അതെ ഇല്ല ഇവിടെ ഇപ്പൊ. പക്ഷെ ഇൻ ഗെയിമിൽ ഇടാൻ പറ്റൂന്നാ ഞാൻ കേട്ടിട്ടുള്ള. പറ്റും, അങ്ങനെ പറ്റും. ലോറയ്ക്ക് എല്ലാം അറിയാം. ലോറ വന്നിട്ടില്ല. അറിയാം, ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിയാം. ലോറയ്ക്ക് പുതിയ ആരോട്ട് കമ്പനി ഉണ്ടോ ലോറ? അങ്ങനെ ഉണ്ട്. ആര്? കൊറേ ആണുങ്ങളുണ്ട്.
ഞാൻ മാട്രിമോണിയില് ഒരു കസ്റ്റമർ ഈ വന്നായിരുന്നു. ലോകത്ത് അവൻ ഈ പറഞ്ഞു, ലോകത്ത് ലോറ- ഈ ലോകത്ത് ഇത് ഇവിടെ ഈ സിറ്റിയിലുള്ള എല്ലാവർക്കും റിലേഷൻസ് ഉണ്ട്. പക്ഷെ എന്റെ കൊച്ചിന് മാത്രം ആമ്പിള്ളാരോടെ നടക്കുന്ന റിലേഷൻഷിപ്പേ ഉള്ളു. അതെ ബാക്കി എന്താണ്? അപ്പൊ ഞാൻ പെമ്പിള്ളാരോട് നടന്നു, അത്രേ ഉള്ളു. സെയിം ഞാനേ എന്റെ കൂടെ നടക്കുന്നവന്മാരുടെ ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞിട്ട് നടക്കാറില്ല. അവൻ അതിപ്പോ ഈ കാലത്ത് സിംഗിൾ ആണെന്ന് പറയണതുണ്ടാളിയാ ഓരോ കാര്യത്തിന് ഏളിയാ. അല്ല അളെ ഞാൻ ബീച്ചിൽ പോവാ, നീ എന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണേ. ഓക്കെ ഞാൻ വേറെ ഗേൾസിനോട് നടക്കാറില്ല. ഞാൻ നടക്കണില്ലേ, ഞാൻ ബോയ്സിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമ്മിറ്റഡ് ആണ്. ഞാൻ തമാശക്ക് ആ കൊച്ചിനെ ഞാൻ നിന്നെ പോലല്ല. ഞാൻ ഒരു ഗാങ്സ്റ്റർ ആണ്. ഞാൻ പറയട്ടെ, നീ പോയിട്ട് ഏതെങ്കിലും ആണുങ്ങളോട് ചോദിച്ചോക്കെ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചോക്കെ, ലോറ മുതുക്കുന്ന ഏതെങ്കിലും ആണിന്റെ അടുത്ത് കൊഞ്ചുന്ന കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ കൊഞ്ചി കഴിഞ്ഞാൽ നിന്റെ വിലയും കൂടെ അവിടെ പോകത്തുള്ളൂ. നിനക്ക് കഴിവില്ലെന്നേ പറയത്തുള്ളൂ. അതെന്തോ മ്യൂസിക് നിനക്ക് വേറെ സമയമില്ല. ഇവനായിട്ടൊന്ന് സംസാരിച്ച് സമയം കളയാൻ. ആ സമയം കൊണ്ട് അറിഞ്ഞിട്ട് ക്ഷമിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലായിരുന്നോ? എത്ര ഇവിടെ ഞാൻ പറഞ്ഞു പറയുന്നുണ്ട് നിന്റെ കൂടെ നടക്കുന്നില്ല, നിന്റെ കൂടെ നീ വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ എവിടെ ഓരോ കേക്കത്തില്ല ഇച്ചിരി കൂടെയും കൂട്ടാതെ. ഇത് ഞാനാണ് ബ്രേക്കപ്പ് ചെയ്തത്. അപ്പൊ ഇവിടെ എനിക്കാണ് സംസാരിക്കാൻ സാധ്യതയുള്ളത്. നീ മിണ്ടണ്ട. പിന്നെ നീ എപ്പോഴും പറയുന്നുണ്ട് നിന്നെ ഞാൻ നോക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല. ഞാൻ പറയട്ടെ, പണ്ട് പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല, നിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിന് ഓളെ കൂടുതലാണെ കുറയ്ക്കണേ ഇഷ്ടപ്പെട്ട് നിന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ട് നിന്നെ വളയ്ക്കാൻ പറ്റിയൊരു ചെറുക്കണ്ട് ഈ സിറ്റിയിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിന്നെ സ്നേഹിക്കാൻ തോന്നും? അത് മാത്രല്ല, നിന്നെ ഞാൻ എപ്പോഴും വിളിക്കും, ഞാൻ എവിടെ ഉണ്ടെന്ന് പറയും. നീ ഇതേ വരാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തല്ലാതെ നീ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? പയ്യനല്ലോ, ഒരു ഗാങ്സ്റ്റർ അല്ലേ? ഞാനാണെങ്കിൽ ഒരു ഗാങ്സ്റ്റർ ആണ്. അപ്പൊ എനിക്ക് പുറത്തൊരു ബന്ധം ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒന്ന് പറയുമ്പോഴത്തേക്ക് നിന്നെ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ പുറത്ത് ബന്ധം ഉണ്ടെന്ന് കാണിച്ചോണ്ടാണ് ഈ ഇടയ്ക്ക് മാഡി എന്ന് പറഞ്ഞോ നിന്റെ അടുത്ത് വന്ന് മറ്റേ അങ്ങ് വലിയ ഇത് കാണിച്ചത്. മനസ്സിലായോ? ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എന്നോട് എപ്പോഴും കുറ്റം പറയണേ? എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് നീ തന്നെ പറയുന്നുണ്ട്. നീയാണ് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. എന്ത് ക്ലിയർ ചെയ്ത്? ഇപ്പോഴും നീ അത് തന്നെയല്ലേ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നില്ല, നിനക്ക് സ്നേഹം കിട്ടുന്നില്ല. നിനക്ക് ബാക്കി പെണ്ണുങ്ങളൊക്കെ എടുത്ത് പോകുമ്പോൾ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ. ലോറ, ഞാൻ ബാക്കിയുള്ളൊരു പെമ്പിള്ളാരെ സെറ്റ് ആക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ചെന്നിട്ടില്ല. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് പ്രാങ്ക് ചെയ്യും. ലോറ, ഞാൻ പ്രാങ്ക് ചെയ്തിട്ടാ. ഞാൻ മിണ്ടായിരിക്കും. മന്ദാരത്തിനൊക്കെ ഇപ്പൊ 2 GF എന്ന് കേട്ടാ. ഭാഗ്യവാൻ. എന്നാ നീ 2 നോക്കിയോ, ഞാൻ നാളെ നോക്കും. നിങ്ങളിപ്പോ ചുമ്മാ ഇത് സത്യം ഇതിപ്പോ നിങ്ങള് മാറി തർക്കിച്ചിട്ട് ഒരു കാര്യം. ഇവാനെ മറ്റില്ല പൊട്ടനൊക്കെ സെറ്റായി. പൊട്ടെന്നൊന്നും പറയണ്ട. ആരെയും പൊട്ടൻ തന്നെ പറയും. ഓ ശരിയാളെ, ഞാൻ പോളയാ. ഞാൻ പോളെ. അവളിപ്പോ ആരെയാ അവള് ഡിഫെൻഡ് ചെയ്യുന്ന? അവളുടെ എക്സിനെയാണ് അവള് ഡിഫെൻഡ് ചെയ്യുന്നത്. പൊട്ടനൊന്നും വിളിക്കണ്ടെന്ന്. ഇല്ല വേണ്ട, സംസാരിക്കണം. വേണ്ട, ഇല്ല സംസാരിക്കണം. വേണ്ട. എക്സിലന്റ് സപ്പോർട്ട് ചെയ്തുള്ള ഒരു മനുഷ്യന്മാർ ഇവിടെ സിറ്റി ജീവിക്കല്ലേ. വെരി ബാഡ്. റിലേഷനൊക്കെ വിട്ടു പോയിട്ട് എക്സ് വീണ്ടും വിളിക്കുമ്പോ എടുക്കാനായിട്ട് കുറെ എണ്ണം ഉണ്ട്. വല്ലാത്തൊരു ഫീൽ അല്ലേ? നിനക്ക് അങ്ങനത്തെ ഫീൽ വന്നിട്ടുണ്ടോ? ആതിര അജ്രസിന്റെ വിളിച്ചിട്ടുണ്ടോ?
ഇല്ല 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 നീ അവിടെ വണ്ടി ഇട്ടാണ് നീ ഒന്ന് പറയാ. അത് അല്ലെ അത് മോശമാണ് അവിടെ പറഞ്ഞത്. ആ വണ്ടി എടേ 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 നീ പറ ഞാൻ പറഞ്ഞത് ശരിയല്ല. എന്റെ വണ്ടി ഓടിച്ചു വന്നു. ലോറ അത് ഭയങ്കര മോശമാണ്. കാര്യം ഞാൻ പറയാം, ലോറ പോവല്ലേ ഒളിച്ചു പോവല്ലേ. നിങ്ങളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവന്റെ എക്സ് വന്നപ്പോ ഇല്ല ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എക്സിന്റെ സാരി സപ്പോർട്ട് ചെയ്ത് ഇല്ല എക്സിന്റെ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ പറയാണ് നീ അങ്ങനെ പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചാച്ചീനെ അങ്ങനെ പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ലോറ. അപ്പൊ നിനക്ക് ഇപ്പോഴും അവന് സ്നേഹം ഉണ്ട്. നിനക്ക് ഇപ്പോഴും അവന് സ്നേഹം ഉണ്ടല്ലേ? നിനക്ക് ഇപ്പോഴും അവന് സ്നേഹം ഉണ്ടല്ലോ. പോയി സ്നേഹിക്കടി വേണം മാമ വേണം. എനിക്ക് പെണ്ണൊന്നും വേണ്ട. എനിക്ക് പെണ്ണ് അവള് സ്നേഹിക്കാന്ന് അവള് പറഞ്ഞാട്ടാ. ആര് സ്നേഹിച്ചത്? അവള് വണ്ടി എടുത്ത് പോന്നതാ. വണ്ടി കയറ്. പ്രശ്നമാണത്. സമ്മ എക്സസൈസ് ചെയ്യും. അതുകൊണ്ടാണ് നീ പെണ്ണ് ലൈവ് കണ്ടിരിക്കുന്നത്. അല്ലെ അവളെ ഞാൻ വെയിറ്റ് കണ്ണാ പോലെ ലോറ നിർത്തി ലോറ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അവിടെ സ്കേറ്റിംഗ് ബോർഡ് എടുത്തെന്ന് വെച്ചേ ഒന്ന്. ഹലോ സോറി. ഞാൻ ഇനി ഒന്നും പറയാനില്ല. അല്ലല്ല നീ ഒന്നും ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ്. ഞാൻ എക്സിന്റെ പുറകെ പോകുന്നതാണ്. ഞാൻ എല്ലാ തെറ്റെന്റെ അല്ല. ഞാനോട്ടെ എല്ലാം അടച്ചു വെച്ചില്ലെങ്കിൽ മാമ ഞാൻ മണ്ണ് വാരിയിടും. നല്ല എക്സ്പീരിയൻസ്. ഓ നിങ്ങളുടെ 5 സെന്റ് ഇറങ്ങി പോയവരൊന്നും ഞാൻ പോവില്ല കേട്ടോ. ലോറ സോറി കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം. അല്ല എനിക്ക് കുഴപ്പമില്ല. സോറി ഒന്നും വേണ്ട. ഞാൻ നിർത്തുന്നു. എനിക്കിപ്പോ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല. നമുക്ക് എന്നെ വിട്ടിട്ട് പോവാൻ പറ്റിയ ശുദ്ധമണിക്ക് ഞാൻ ലോറ പോവല്ലേ. ഇനി ഇതൊന്നും ഉണ്ടാവത്തില്ല. സത്യമായിട്ട് ക്ഷമിക്കും ലോറ. ഇനി ഇങ്ങനെ കെഞ്ചി വരുന്ന ബോയ് ഫ്രണ്ട് ആരുണ്ട് ലോറ? പ്ലീസ് നിർത്തി പോവല്ലേ. കയ്യിലിരിപ്പുണ്ടല്ലേ കാണിച്ചു വിട്ടിട്ടല്ലേ. അല്ലാതെ കെഞ്ചേണ്ട ആവശ്യമൊന്നുമില്ല. ലോറ ഭൂമിയില് പോവല്ലേ. കുറെ പെണ്ണുങ്ങളുണ്ട്. ഞാൻ വേണ്ട ഇത് അലിയൂല കണ്ണ അലിയൂല. കാരണം എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായിരുന്നു. പോവല്ലേ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല ലോറ. ഇനി തൊട്ടൊരു പുതിയ നമ്മള് വീണ്ടും റിലേഷൻ തുടങ്ങുകയാണ്. ഇത്രേ ഉള്ളു ലോറ. ഇല്ല നമ്മൾ ഇതോടെ റിലേഷൻ നിർത്തി. ലോറ നമ്മളിനി പുതിയ റിലേഷൻ തുടങ്ങുകയാണെങ്കിൽ ഇനി പഴയ കാര്യങ്ങൾ പറഞ്ഞ അടിയിടത്തില്ല. പഴയ അവൻ ഇത് ചെയ്താലേ നീ ഇപ്പൊ പോലും നീ നേരത്തെ ആർഗ്യുമെന്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടിയൊക്കെ സോൾവ് ചെയ്യുമ്പോൾ പറഞ്ഞാണ് ഇനി റിലേഷന് നമ്മൾ എന്ത് സംസാരിച്ചു പഴയ കാര്യം എടുത്തിട്ടുണ്ട്. പേരാണ് സൈല ക്രുവല്ല. ഇനി ഉണ്ടാവത്തില്ല ലോറ. നിനക്ക് എല്ലാവരും ഡൗട്ട് വരുത്തില്ല. നീ അവിടെ നിന്നേ.